ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പ്രോബ്ലം ആയിരുന്നു ഫെർമി ലെവൽ തമ്മിലുള്ള സെപ്പറേഷനും ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള സെപ്പറേഷനും ഒക്കെയാണ് നമ്മൾ ഡീൽ ചെയ്തത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിഫ്യൂഷൻ ഓഫ് കരിയേഴ്സ് ആണ്. ഡിഫ്യൂഷൻ ഓഫ് കരിയേഴ്സ്. അപ്പൊ ഡിഫ്യൂഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ടുള്ള ഒരു മൂവ്മെന്റ്, അതിനാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഏത് കേസ്, നമ്മൾ സാധാരണ കേസിലായാലും ഒരു ചൂടുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ എന്താണ്, ആ ചൂട് ഉള്ള സ്ഥലത്ത് നിന്ന് ചൂട് പുറത്തേക്ക് ഒഴുകിപ്പോകും. അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ AC ഇട്ടിരിക്കുന്നു അല്ലെ, അപ്പൊ ഏത് രീതിയിലായാലും നമ്മൾ എന്ത് കൺസിഡർ ചെയ്താലും എന്താണ്, കോൺസെൻട്രേഷൻ വ്യത്യാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്ലോ ഉണ്ടാവും ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അത് എത്രത്തോളം നിൽക്കുമെന്ന് വെച്ചാൽ ഇത് ഏതാണ്ട് യൂണിഫോം ആവുന്നത് വരെ എന്താണ് ഈ ഫ്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു സാധനം, ചൂടുള്ള ഒരു സാധനം കൊണ്ടുവയ്ക്കുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ തണുക്കുന്നത്. കാരണം എന്താണ്, ആ ചൂട് അറ്റ്മോസ്ഫിയറിലോട്ട് ഒഴുകി ഈക്വൽ ആക്കാൻ നോക്കും. ഈക്വൽ എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിന്റെ ചൂടിലോട്ട് ആവാൻ ശ്രമിക്കും. അപ്പൊ അത് അറ്റ്മോസ്ഫിയർ ബാക്കി സറൗണ്ട് ചെയ്തിരിക്കുന്ന കാര്യം വളരെ കൂടുതലായതുകൊണ്ട് അത് പതുക്കെ ആ ചൂടില്ലാതായി മാറും. ഓക്കെ, ഇതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സിമിലർലി കരിയേഴ്സിന്റെ കേസിലും ഡിഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോ കരിയേഴ്സിന്റെ കേസിലുള്ള ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ കരിയേഴ്സിന് ഹയർ കോൺസെൻട്രേഷൻ. 1 മിനിറ്റ്. ഓക്കെ, അപ്പൊ കരിയേഴ്സിന്റെ കേസിലും ഇതേ കാര്യമുണ്ട്. കരിയേഴ്സിൽ ഇപ്പൊ നമ്മൾ എക്സസ് കരിയേഴ്സ് ഫോം ചെയ്യുമെന്ന് പറയുന്നത് അല്ലെ. എക്സസ് കരിയേഴ്സ് എവിടെയെങ്കിലും നമ്മൾ ഒരു ലൈറ്റ് അല്ലെ, എവിടെ എക്സസ് കരിയേഴ്സ് ഒക്കെ എങ്ങനെയാണ്? ഒപ്റ്റിക്കലി ആവാം, ഇലക്ട്രോൺ കൊണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോൺ കൊണ്ട് ബൊമ്പാർഡ് ചെയ്യുന്നതാവാം. അപ്പൊ ആ ഒരു കേസിലൊക്കെ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ അത് വന്ന് വീഴുന്ന സമയം, അതായത് ഒപ്റ്റിക്കൽ എക്സൈറ്റേഷൻ ആണെങ്കിൽ നമ്മൾ ലൈറ്റ് ഫോളോ ചെയ്യുന്ന ആ സർഫസിൽ എന്ത് സംഭവിക്കും? എക്സസ് കരിയേഴ്സ് കൂടുതലായിരിക്കും, കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. ബാക്കിയുള്ള ഇപ്പൊ നമ്മളൊരു സെമി കണ്ടക്ടറിലാണ്, അപ്പൊ അതിലൊരു പർട്ടിക്കുലർ പ്ലേസിലോട്ടാണ് ലൈറ്റ് നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നത്. എന്ത് സംഭവിക്കും? ആ ലൈറ്റ് വീഴുന്ന സ്ഥലത്ത് കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. കാര്യം അവിടെയാണ് ഫോം ചെയ്യുന്ന എക്സസ് കരിയേഴ്സ്. പക്ഷെ ബാക്കി സ്ഥലത്തൊന്നും എക്സസ് കരിയേഴ്സ് ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ പറഞ്ഞത് പോലെ ഡിഫ്യൂഷൻ ഓഫ് കരിയേഴ്സ് ഒക്കെ അറിയും. അതായത് ഈ വീണ സ്ഥലത്ത് ഹയർ കോൺസെൻട്രേഷൻ ആയിരിക്കുമല്ലോ. ഈ വീണ സ്ഥലത്തിൽ നിന്ന് എക്സസ് കരിയേഴ്സ് എന്ത് ചെയ്യും? ഈ സെമി കണ്ടക്ടറിന്റെ അകത്തോട്ട് ഇങ്ങനെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഫ്ലോ ചെയ്ത് അപ്പൊ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഏതാണ്ട് എക്സസ് കരിയേഴ്സ് അങ്ങോട്ട് കുറച്ചുകൂടെ അതിന്റെ അകത്തോട്ട് എത്തും. അതായത് വീഴുന്ന ഒരു പർട്ടിക്കുലർ സ്ഥലത്തായിരിക്കും, അവിടെ എക്സസ് കരിയേഴ്സ് ഒരുപാട് ഫോം ചെയ്യും. ഈ ഡിഫ്യൂഷൻ കാരണം ഈ വീണ സ്ഥലത്തിന്റെ കോൺസെൻട്രേഷൻ കുറയുകയും അതിനനുസരിച്ച് ഇതിന്റെ അടുത്തോട്ട് എന്ത് സംഭവിക്കും? എക്സസ് കരിയേഴ്സ് വരികയും ചെയ്യും. ഓക്കെ, അപ്പൊ അത് നമുക്കൊരു ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് ഈ രീതിയിൽ കിട്ടും ഡിഫ്യൂഷന്റെ കേസിൽ. ആദ്യത്തെ കേസിൽ ഇപ്പൊ T=0 എന്ന് വെച്ചാൽ ഇവിടെയാണ് വീണെന്ന് വയ്ക്കുക. T=0 എന്ന് വെച്ചാൽ ഈ ഒരു പോർഷനിലാണ് വീണെന്ന് വയ്ക്കുക. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ ഒരു T=T1 ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ മറ്റേത് ഒറ്റ പർട്ടിക്കുലർ പോയിന്റിൽ ഫുൾ കരിയേഴ്സ് ഫോം ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? T1 ആകുമ്പോൾ ഇത്ര ഉണ്ടായിരുന്ന കോൺസെൻട്രേഷൻ ഇത്രയായി. ആ വീണ സ്ഥലത്ത് കോൺസെൻട്രേഷൻ കുറയും. നമ്മൾ ഈ ചൂട് സാധനം കൊണ്ട് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ചൂട് കുറയുന്ന കണക്ക് ഇത്രയും ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇവിടെ ഒരു 10,000 കരിയേഴ്സ് വന്നു. ഞാൻ അസ്യൂം ചെയ്യുന്നതാണ്. ഒരു 10⁻15 കരിയേഴ്സ് ഉണ്ടെന്ന് വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 10⁻15 കരിയേഴ്സ് എന്നുള്ളത് 10⁻13 ആവും. ആ വീണ ഭാഗത്ത് ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ബൊമ്പാർഡ് ചെയ്ത ആ സ്ഥലത്ത് 10⁻15 നിന്ന് 10⁻13 ആവും. അതിനോടൊപ്പം തന്നെ അതിന്റെ തൊട്ടടുത്ത സറൗണ്ടിങ്സ് അല്ലെ, സെമി കണ്ടക്ടർ ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത സറൗണ്ടിങ്സിലോട്ട് കുറച്ച് കരിയേഴ്സ് പോകും. ഇത് ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഈ ആക്സിസ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആക്സിസ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് കോൺസെൻട്രേഷൻ N(x) എന്ന് പറയാൻ കാരണം കോൺസെൻട്രേഷൻ x എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്. കോൺസെൻട്രേഷൻ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നോക്കിയേ, അപ്പൊ ഇവിടെ രണ്ട് കേസ് ഉണ്ട് അല്ലെ. കോൺസെൻട്രേഷൻ എന്താണ്? ഡിസ്റ്റൻസിനനുസരിച്ച് മാറുന്നുണ്ട്, വിത്ത് റെസ്പെക്ട് ടു ടൈമും മാറുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ടൈം കഴിഞ്ഞു. ഇപ്പൊ T1 ആയപ്പോ ഇത് കുറച്ചുകൂടെ കുറഞ്ഞു,
പക്ഷെ തൊട്ടടുത്ത് അല്ലെ കുറച്ച് തൊട്ട് നൈബേഴ്സിന് മാത്രം എക്സസ് കരിയേഴ്സ് കിട്ടി. അപ്പൊ നൈബേഴ്സിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. ഇവിടെ ഇതായിരുന്നു ആ വീണ സ്ഥലം, തൊട്ടടുത്ത് ഇത്രയുണ്ട്, കുറച്ചുകൂടെ ഇപ്പുറത്തോട്ട് ഇത്രയുണ്ട്, കുറച്ചുകൂടെ ഇപ്പുറത്ത് ഇത്രയുണ്ട്, ആ രീതിയിലായിരിക്കും പോകുന്നത്. ടൈം T2 ആകുമ്പോൾ എന്ത് സംഭവിക്കും? T2 ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ വീണ്ടും കുറഞ്ഞു. 10⁻15 എന്നുള്ളത് 10⁻13 ആയി. 10⁻13 ഉള്ളത് ഒറ്റയടിക്ക് 10⁻3 വല്ലോ ആവും അറ്റ് ടൈം T2. അപ്പൊ എന്ത് സംഭവിക്കും? പക്ഷെ തൊട്ടടുത്ത നൈബേഴ്സ് അല്ല, കുറച്ചുകൂടെ ദൂരോട്ട് കിട്ടും, കുറച്ചുകൂടെ ദൂരോട്ട് കിട്ടും. അതേപോലെ T3 ആകുമ്പോൾ കുറച്ചുകൂടെ ദൂരോട്ട്. അങ്ങനെ ഇത് സ്ട്രൈറ്റൻ ആവുന്ന രീതിയിൽ, യൂണിഫോം ആവുന്ന രീതിയിലായിരിക്കും ഡിഫ്യൂഷൻ ഒക്കെ ചെയ്യുന്നത്. ഇത് സ്പ്രെഡിങ് ഓഫ് എ പൾസ് ഓഫ് ഇലക്ട്രോൺ ബൈ ഡിഫ്യൂഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് അറ്റ് T=0, ഈ ഒരു പോയിന്റിലാണ് എന്ത് സംഭവിക്കുന്നത്? ലൈറ്റ് വന്ന് വീഴുന്ന, അല്ലെങ്കിൽ നമ്മൾ എക്സസ് കരിയേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ആ സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഈ ഒരു ഡയഗ്രാം, ഇപ്പൊ ഈ ഒരു ഡയഗ്രാം ഓർക്കുക. അപ്പൊ ഇതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ, ഇപ്പൊ നമുക്ക് ഇതാണെന്ന് ഇതാവില്ല അസ്യൂം ചെയ്യുക. ഈ ഒരു പർട്ടിക്കുലർ T2 T1 എല്ലാത്തിനും ഒരു ഷേപ്പ് തന്നെയാണ്. കുറച്ചുകൂടെ സ്റ്റീപ്നെസ് കൂടി അല്ലെ, കുറച്ചുകൂടെ എന്താണ് സ്റ്റീപ്പ് ചെയ്യുന്നത് കുറച്ചുകൂടെ കൂടി അല്ലെങ്കിൽ കുറച്ചുകൂടെ പരന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ. ഷേപ്പ് ഏതാണ്ട് സെയിം പോലെ തന്നെ, ഒരു സ്ഥലത്ത് നിന്ന് കുറഞ്ഞു 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 കുറഞ്ഞ് പോകുന്നു. അടുത്തത് ഇപ്പൊ T1ന്റെ കേസായാലും ഒരു സ്ഥലത്ത് നിന്ന് കൂടി ഒരു മാക്സിമത്തിൽ നിന്ന് കുറഞ്ഞു 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 വന്നു. T2ന്റെ കേസായാലും ഒരു മാക്സിമത്തിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അപ്പൊ ഷേപ്പ് വലിയ വ്യത്യാസമില്ല. ഓക്കെ, അപ്പോ അതില് നമ്മളിപ്പോ അത് ഒരു കേസ് എടുത്തു, ഇപ്പൊ പല കേസ് എടുത്തു. അപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു വേവ് ഫോം എടുത്തു. ഇതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ വേവ് ഫോം എടുത്തു. നമുക്ക് തൽക്കാലം T2 ആണെന്ന് അസ്യൂം ചെയ്യാം. ഒരു T2 എന്നുള്ളൊരു വേവ് ഫോം ഇവിടെ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ T2 എന്നുള്ള വേവ് ഫോമിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു, പല സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് നേരത്തെ പറഞ്ഞതാണ് N(x). ഈ N(x) തന്നെയാണ്, ഈ സാധനം തന്നെയാണ് എടുക്കുന്നത്. N(x)ഉം ഇവിടെ എക്സ് ആണ്, ഇവിടെ ആക്സിസ് എന്ന് വെച്ചാൽ എക്സ് ആണ്. അതിൽ ഏതെങ്കിലും ഒരു ടൈമിന്റെ എടുത്തു, T1 ടൈമോ T2 ടൈമോ T3 ടൈമോ ഏതെടുക്കാം. ഞാൻ ഇപ്പൊ തൽക്കാലം T2 എടുത്തെന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ ഞാൻ T2 എടുത്തു. അപ്പോ ഷേപ്പ് ഇതാ ഇങ്ങനെ ആയിരിക്കും. N(x) ഇതാ ഇവിടെ തുടങ്ങി. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും ഇങ്ങോട്ട് പോകുന്നത്, ആണല്ലോ? അപ്പൊ ഇനിഷ്യലി എക്സസ് ഇലക്ട്രോൺസ് ആർ കോൺസെൻട്രേറ്റഡ് അറ്റ് x=0. അപ്പൊ ഇനിഷ്യലി എക്സസ് കരിയേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് x=0 ആണ്. ടൈം പാസ് ചെയ്യുന്നതനുസരിച്ച് ഇലക്ട്രോൺ ലോവർ അല്ലെ, ഇലക്ട്രോൺ ഡിഫ്യൂസ് ടു റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. ബാക്കി സ്ഥലത്തൊക്കെ കോൺസെൻട്രേഷൻ കുറവാണ്. കാര്യം എക്സസ് കരിയേഴ്സ് ഫോം ചെയ്തത് ഈ സ്ഥലത്താണ്, ഈ ഒരു സ്ഥലത്താണ് എക്സസ് കരിയേഴ്സ് ഫോം ചെയ്തത്. എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഇവിടെ കൂടുതലായതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്ത് പോകും. എന്താണ്? എക്സസ് കരിയേഴ്സ്. അപ്പൊ അങ്ങനെ ആ ഫ്ലോ ചെയ്യുന്ന ഗ്രാഫിനെ നമ്മൾ പല പല സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, പല പല സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു കാര്യം ചെയ്തു. ഈ ഡിവൈഡ് ചെയ്ത സെഗ്മെന്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അല്ലെ, ആ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഇവിടത്തെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? എൽ ബാർ ആണ്. എൽ ബാർ. അപ്പൊ ഇത് ഇവിടത്തെ ഡിസ്റ്റൻസ് എൽ ബാർ, ഇവിടത്തെ ഡിസ്റ്റൻസ് എൽ ബാർ, ഇവിടെ ഡിസ്റ്റൻസ്. അപ്പൊ ഓരോ സെഗ്മെന്റിന്റെയും മൊത്തം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? എൽ ബാർ ആണ്. എൽ ബാർ എന്ന് വെച്ചാൽ മീൻ ഫ്രീ പാത്ത് ആണ്. അപ്പൊ മീൻ ഫ്രീ പാത്ത് ഓഫ് ഇലക്ട്രോൺ കൺസിഡർ ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. മീൻ ഫ്രീ പാത്തിന്റെ ലെങ്ത് എത്രയെന്ന് നോക്കി അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. ഈ മീൻ ഫ്രീ പാത്ത് എന്തെന്ന് വെച്ചാൽ രണ്ട് കൊളിഷൻസ്. ഇപ്പൊ ഒരു ഇലക്ട്രോൺ വേറൊരു ഇലക്ട്രോൺ ആയിട്ട് കൊളൈഡ് ചെയ്യുമല്ലോ, കുറച്ച് സമയം എടുക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വെച്ചിട്ടായിരിക്കും കൊളൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇതിന്റെ ആവറേജ് എടുക്കും. എന്താണ് ചെയ്യുന്നത്? അതിന്റെ ആവറേജ്, അതായത് മീൻ ഫ്രീ പാത്ത് എന്ന് വെച്ചാൽ എന്താണ്? ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ചാർജ് കാരിയർ ബിറ്റ്വീൻ ടു കൊളിഷൻ ആണ്. ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബിറ്റ്വീൻ ടു കൊളിഷൻസ് ആണ്. അപ്പൊ ആ ടൈമിനെയാണ് മീൻ ഫ്രീ ടൈം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ മീൻ ഫ്രീ പാത്തും ടൈമും വ്യത്യാസമൊന്നുമില്ല. രണ്ട് കൊളിഷൻ എടുക്കുന്ന ആ ദൂരം അതായത് കൊളിഷൻസ് റാൻഡമായിട്ട് ഒക്കർ ചെയ്യും. ചിലപ്പോ പെട്ടെന്ന് ഉണ്ടാവും, ചിലപ്പോ പതുക്കെ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു ആവറേജ് എടുക്കുമ്പോൾ ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഈ ആവറേജ് ഡിസ്റ്റൻസ്, അതായത് ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു 4 ഡിസ്റ്റൻസ് ആയപ്പോ, ഞാൻ യൂണിറ്റ് പറയുന്നില്ല, 4 ഡിസ്റ്റൻസ് ആയപ്പോ കൊളൈഡ് ചെയ്തു. വേറൊരു സ്ഥലത്ത് 10 ആയപ്പോ കൊളൈഡ് ചെയ്തു. അടുത്തത് 3. പക്ഷെ ഇതിന്റെ എല്ലാം കൂടെ ആവറേജ് എടുക്കുമ്പോൾ ഒരു 5 കിട്ടിയെന്ന് വെക്കുക. അപ്പൊ ഈ 5 ഡിസ്റ്റൻസിനെയാണ്, ഓക്കെ, മൈക്രോമീറ്ററോ മില്ലിമീറ്ററോ ഒക്കെ ഈ 5 ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. ഈ 5 ഡിസ്റ്റൻസ് കൊളൈഡ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് മീൻ ഫ്രീ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ വേറെ ഒന്നും ചെയ്തില്ല. ഡിഫ്യൂഷന്റെ ഗ്രാഫ് എടുത്തു, അതിനെ പല സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു.
സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഒരൊറ്റ കാര്യം ഓർക്കുക, ഈ ഡിവൈഡ് ചെയ്ത സെഗ്മെന്റ് ലെങ്ത് അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ സെഗ്മെന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എൽ ബാർ ആണ്. എൽ ബാർ എന്ന് വെച്ചാൽ മീൻ ഫ്രീ പാത്ത് ആണ്. ഓക്കെ, ഇനി ഒരു കേസും കൂടെ അവിടെ പറയുന്നുണ്ട്, എൻ ഓഫ് എക്സ് ഈസ് ഇവാലുവേറ്റ്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്, കുറച്ച് ലോജിക്ക് ഓർക്കേണ്ട കേസാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോ യൂണിവേഴ്സിറ്റിക്കൊക്കെ എസ് എ ആയിട്ട് ചോദിക്കുന്നതാണ്, അപ്പൊ അത്ര കോൺസെൻട്രേഷനിലോട്ട് ഇരിക്കുക. അപ്പൊ എൻ ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഇവാലുവേറ്റ് ദി സെന്റർ ഓഫ് ഈച്ച് സെഗ്മെന്റ്. അപ്പൊ നമ്മൾ പല പല സെഗ്മെന്റ് ആയിട്ട് എടുത്തു, എന്നിട്ട് കോൺസെൻട്രേഷൻ എടുത്തിരിക്കുന്നത് ഈ ഒരു സെഗ്മെന്റിന്റെ അറ്റത്തല്ല, മിഡിൽ. എൻ ഓഫ് എക്സ് അതായത് ഇവാലുവേറ്റ് ചെയ്യുന്നത് മിഡിൽ ഓഫ്, അതായത് നമ്മൾ ഒരു സെഗ്മെന്റ് എന്ന് വെച്ചാൽ ഇതിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ പലതായിട്ട് ഡിവൈഡ് ചെയ്ത സാധനത്തിനാണ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെഗ്മെന്റിന്റെ മിഡിലായിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, സെഗ്മെന്റിന്റെ മിഡിലായിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഇവാലുവേഷൻ നടക്കുന്നത്. ഇവാലുവേഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്ന മിഡിൽ ഓഫ് സെഗ്മെന്റ് ആണ്. പല പല സെഗ്മെന്റ് ആക്കി മാറ്റി സെഗ്മെന്റിന്റെ മിഡിലാണ് നമ്മൾ ഇവാലുവേഷൻ കണ്ടുപിടിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ അടുത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇതിലെ ഈ രണ്ട് സെഗ്മെന്റ് ഉണ്ടല്ലോ, ഈ ഗ്രേ കളർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന, അത് ഒത്തിരി കൂടെ എൻലാർജ് ചെയ്തു. നമ്മൾ അനാലിസിസിന് വേണ്ടി രണ്ട് സെഗ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഒത്തിരി കൂടെ എൻലാർജ് ചെയ്തിട്ട് എന്ത് ചെയ്തു, എൻലാർജ് ചെയ്ത് ആ രണ്ടെണ്ണം എടുത്തു. അപ്പൊ അത് ഫസ്റ്റ് സെഗ്മെന്റ് എന്നും രണ്ടാമത്തെ സെക്കൻഡ് സെഗ്മെന്റ് എന്നും എടുത്തു. ഓക്കെ, അപ്പൊ ആദ്യത്തേലുള്ള ഇലക്ട്രോണിന്റെ ഫസ്റ്റ് സെഗ്മെന്റ് ഇലക്ട്രോണിന്റെ എണ്ണം, അതായത് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇൻ സെഗ്മെന്റ് 1ന് N1 ഉം ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇൻ സെഗ്മെന്റ് 2ന് N2 എന്ന് പറഞ്ഞു എടുത്തു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കോൺസെൻട്രേഷനെ നമ്മൾ എങ്ങനെയാണ് പറയുന്നതെന്ന് ആലോചിക്കുക. കോൺസെൻട്രേഷനെ നമ്മൾ എങ്ങനെയാണ് പറയുന്നതെന്ന് ആലോചിക്കുക. കോൺസെൻട്രേഷൻ N0യോ N1 എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ N0 പഠിച്ചിട്ടുണ്ട്, N1 പഠിച്ചിട്ടുണ്ട്, എല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതില് പറയുമ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, അത് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയുന്നത്, 10⁻15 ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ. ഞാൻ എക്സാമ്പിൾ പറയാം, ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഈസ് 10⁻15 പെർ സെന്റിമീറ്റർ ക്യൂബ്. അതാണ് അതിന്റെ യൂണിറ്റ് വരുന്നത്. അത് നിങ്ങൾ ഏത് പ്രോബ്ലം ഫസ്റ്റ് മോഡ്യൂളിലായാലും സെക്കൻഡ് മോഡ്യൂളിലായാലും പഠിപ്പിച്ചതെല്ലാം നോക്കുമ്പോൾ കോൺസെൻട്രേഷൻ പറയുമ്പോൾ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഈസ് 10⁻15 പെർ സെന്റിമീറ്റർ ക്യൂബ്. അതായത് പെർ സെന്റിമീറ്റർ ക്യൂബിലാണ് ഈ പറയുന്ന വാല്യൂ വരുന്നത്. ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ പെർ സെന്റിമീറ്റർ ക്യൂബിലാണ് ഈ പറഞ്ഞ വാല്യൂ വരുന്നത്, ആണല്ലോ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ചോദിച്ചാൽ, കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ പെർ സെന്റിമീറ്റർ ക്യൂബ്. നമുക്കറിയാം ഒരു പെർ സെന്റിമീറ്റർ ക്യൂബിൽ N1 ഉണ്ടെങ്കിൽ മൊത്തത്തിൽ എത്രയുണ്ടെന്ന് വെച്ചാൽ പെർ സെന്റിമീറ്റർ ക്യൂബിൽ N1 ഉണ്ടെങ്കിൽ അല്ലെ, N1 അതായത് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ പെർ സെന്റിമീറ്റർ ക്യൂബിലാണ് N1. അതായത് ഇത്ര സ്ഥലത്ത് പെർ സെന്റിമീറ്റർ ക്യൂബിൽ ഇത്ര ഉണ്ടെങ്കിൽ മൊത്തത്തിൽ ആ വോളിയത്തിൽ എത്ര ഉണ്ടെന്ന് വെച്ചാൽ പെർ സെന്റിമീറ്റർ ക്യൂബിൽ ഇത്ര ഉണ്ട് എങ്കിൽ ഇൻറ്റു ആ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെയുള്ള മൊത്തം ഇലക്ട്രോണിന്റെ എണ്ണം കിട്ടുമല്ലോ. ക്ലിയർ ആവുന്നുണ്ടോ? ഇലക്ട്രോണിന്റെ എണ്ണം എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ, കോൺസെൻട്രേഷൻ സാധാരണ യൂണിറ്റ് എന്താണ്, കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ 10⁻15 പെർ സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ പെർ സെന്റിമീറ്റർ ക്യൂബിന് 10⁻15 ഉണ്ട്. ഇനി ഈ തന്നിരിക്കുന്ന സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സെഗ്മെന്റിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, തന്നിരിക്കുന്ന സെഗ്മെന്റിന്റെ വോളിയം എന്ന് വെച്ചാൽ ഒരു 100 സെന്റിമീറ്റർ ക്യൂബ് ആണെന്ന് വെക്കുക. 100 സെന്റിമീറ്റർ ക്യൂബ് ആണെന്ന് വെക്കുക. പെർ സെന്റിമീറ്റർ ക്യൂബിൽ N1 ഉണ്ടെങ്കിൽ 100 സെന്റിമീറ്റർ ക്യൂബിൽ എത്ര ഉണ്ടെന്ന് വെച്ചാൽ ഇൻറ്റു 100 എന്ന് കൊടുക്കത്തില്ലേ ആ വോളിയം വെച്ച്. അതേ രീതിയിലാണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ സെഗ്മെന്റ് 1 എന്ന് വെച്ചാൽ എന്താണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺ, അതായത് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ പെർ സെന്റിമീറ്റർ ക്യൂബായ N1 ഇൻറ്റു അതിന്റെ വോളിയം. വോളിയത്തിന് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഏരിയ ഇൻറ്റു ആ ലെങ്ത്. ഇവിടത്തെ ലെങ്ത് എന്ന് വെച്ചാൽ നമ്മൾ L ബാർ, ഒരു ലെങ്ത് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിന്റെ ലെങ്ത് എന്താണ്, L ബാർ ആണ്. അപ്പോ ഇസിക്കൽ ടു N1 ഇൻറ്റു L ബാർ ഇൻറ്റു A. അപ്പൊ അതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ, അൺമ്യൂട്ട് ചെയ്ത് അപ്പോഴേ ചോദിക്കുക. അപ്പോ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ പെർ സെന്റിമീറ്റർ ക്യൂബിലാണ് പറയുന്നത്. പെർ സെന്റിമീറ്റർ ക്യൂബ് കോൺസെൻട്രേഷൻ പറയുമ്പോൾ ഒരു സെഗ്മെന്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് വെച്ചാൽ എന്താണ് അല്ലെ, പെർ സെന്റിമീറ്റർ ക്യൂബിൽ 10⁻15 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ
ഒരു 100 സെന്റിമീറ്റർ ക്യൂബിൽ 100 സെന്റിമീറ്റർ ക്യൂബിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് വെച്ചാൽ 1 സെന്റിമീറ്റർ ക്യൂബിൽ അല്ലെ പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. 1 സെന്റിമീറ്റർ ക്യൂബിൽ 10⁻15 ഉണ്ടെങ്കിൽ 100 സെന്റിമീറ്റർ ക്യൂബിൽ എത്ര ഉണ്ടെന്ന് വെച്ചാൽ 100 ഇൻറ്റു 1 സെന്റിമീറ്റർ ക്യൂബിലുള്ളത് ആണല്ലോ. അതേ ടെക്നിക്ക് തന്നെയാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്ത്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ സെഗ്മെന്റ് 1 എന്ന് വെച്ചാൽ എന്താണ്? 1 സെന്റിമീറ്റർ ക്യൂബിലുള്ള N1 ഇൻറ്റു അവിടുത്തെ വോളിയം L ബാർ എ. അതേപോലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ സെഗ്മെന്റ് 2 എങ്ങനെ എടുക്കാം? N2 ഇൻറ്റു L ബാർ എ, N2 ഇൻറ്റു L ബാർ എ ആണല്ലോ. ഓക്കെ, അപ്പോ ഇവിടത്തെ മൊത്തം ഇലക്ട്രോൺ സെഗ്മെന്റ് 1ന്റെ മൊത്തം ഇലക്ട്രോൺ ഉണ്ട് N1 L ബാർ എ. സെഗ്മെന്റ് 2ന്റെ മൊത്തത്തിലുള്ള ഇലക്ട്രോൺ N2 L ബാർ എ, N2 L ബാർ എ ആണല്ലോ. ഇനി അപ്പൊ മൊത്തത്തിൽ ഇവിടത്തെ ഇലക്ട്രോണിന്റെ എണ്ണം N1 L ബാർ എയും ഇവിടത്തെ ഇലക്ട്രോണിന്റെ എണ്ണം N2 L ബാർ എയും ആണ്. ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്നത് വെച്ചാൽ ഇലക്ട്രോൺ ഒന്നുകിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. അതായത് ഇപ്പൊ 1 എന്നുള്ളൊരു സെഗ്മെന്റിൽ ഇത്ര ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, 1 എന്നുള്ള സെഗ്മെന്റിൽ ഇത്രയും ഇലക്ട്രോൺ ഉണ്ട്. ഇനി 1 എന്നുള്ള സെഗ്മെന്റിൽ നിന്ന് ഇലക്ട്രോൺ 2 മൂവ് ചെയ്യാം. അതേപോലെ 1 എന്നുള്ള സെഗ്മെന്റിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇലക്ട്രോൺ മൂവ് ചെയ്യാം. അത് കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ടാണ്. ഈ മേൽഭാഗത്താണ് ഹയർ കോൺസെൻട്രേഷൻ വരുന്നത്. മേൽഭാഗത്താണ്, കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഇതിങ്ങനെ ഒഴുകി മേലിലോട്ടാണ് വരുന്നത്. ഇനി താഴത്തെ കേസ് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ 1ന്റെ കേസ് ആലോചിച്ചാൽ നമുക്കറിയാം ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ കോൺസെൻട്രേഷൻ കൂടുതലെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ നമുക്ക് ഈ മേലാണ് വീണത്. അപ്പൊ ആ മേൽഭാഗത്തോട് ചേർന്ന് കിടക്കുന്നവിടെ കോൺസെൻട്രേഷൻ കൂടുതലാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇതിന്റെ താഴെ ഇതുവരെ ഇതിന്റെ എഫക്ട് എത്തിയിട്ടില്ല. അപ്പൊ താഴെ ഇടതുവശത്തോ വലതുവശത്തോ കോൺസെൻട്രേഷൻ കൂടുതലെന്ന് നമുക്ക് അറിഞ്ഞൂടാ. മേലാണ് എക്സസ് കരിയേഴ്സ് വന്ന് വീണത് അതിന്റെ മേൽഭാഗത്താണെന്ന് ആലോചിക്കുക. ഈ മേൽഭാഗത്തിന് അടുത്ത് കിടക്കുന്ന സ്ഥലത്തെല്ലാം കോൺസെൻട്രേഷൻ കൂടി, അത് സംഭവിച്ചു. പക്ഷെ താഴോട്ട് കോൺസെൻട്രേഷൻ കൂടിയോ കൂടിയില്ല, അല്ലെ താഴോട്ടുള്ള കോൺസെൻട്രേഷൻ നമുക്ക് അറിഞ്ഞൂടാ. ശ്രദ്ധിക്കുക, താഴോട്ടുള്ള കോൺസെൻട്രേഷൻ അറിഞ്ഞൂടാ. ഇല്ലെങ്കിൽ നിങ്ങൾ വേറൊരു രീതിയിൽ ആലോചിച്ചാൽ ഇവിടെ ഇപ്പൊ മൊത്തത്തിൽ N1 L ബാർ എ ഉണ്ട്. ഇവിടെ ഇതേപോലെ N2 L ബാർ എയും ഉണ്ട് ആണല്ലോ. ഇവിടെ N1 L ബാർ എയും ഇവിടെ N2 L ബാർ എയും ഉണ്ട്. നമുക്ക് ഇത് എങ്ങോട്ട് മൂവ് ചെയ്യുന്ന അറിഞ്ഞൂടാ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു അസംഷനിലെത്തി പകുതി റൈറ്റ് സൈഡിലോട്ടും ഇതിലുള്ളതിന്റെ പകുതി ലെഫ്റ്റ് സൈഡിലോട്ടും മൂവ് ചെയ്തെന്ന് അസ്യൂം ചെയ്യുക. അതായത് സെഗ്മെന്റ് 1ൽ മൊത്തത്തിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം N1 L ബാർ എ ആണ്. മൊത്തത്തിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം N1 L ബാർ എ ആണ്. അതേപോലെ സെഗ്മെന്റ് 2ന്റെ മൊത്തത്തിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം N2 L ബാർ എ ആണ്. അപ്പൊ നമുക്ക് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പകുതി വലത് സൈഡിലോട്ടും പകുതി ഇടത് സൈഡിലോട്ടും ഒന്ന് അസ്യൂം ചെയ്തു. യഥാർത്ഥം അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ അസംഷനിൽ എങ്ങോട്ടെന്ന് അറിഞ്ഞൂടാത്തോണ്ട് നമ്മൾ ചെയ്തു ആ ഒരു കോംപ്രമൈസ്. പകുതി വലതോട്ട് പോട്ടെ, പകുതി ഇടതോട്ട് പോട്ടെ, ആർക്കും പരാതി ഇല്ലല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? അസ്യൂം ചെയ്തു പകുതി വലതോട്ട് പോകുന്നു, പകുതി ഇടതോട്ട് പോകുന്നു ആണല്ലോ. അപ്പൊ നമ്മൾ പറയുന്നത് പകുതി ഇങ്ങോട്ട് പോയി. ഇപ്പൊ 1 നിന്ന് പകുതി റൈറ്റ് സൈഡിലോട്ട് പോയി, പകുതി ലെഫ്റ്റ് സൈഡിലോട്ട് പോയി. അതേപോലെ സിമിലർലി 2ന്റെതും പകുതി ലെഫ്റ്റ് സൈഡിലോട്ടും പോകും, പകുതി റൈറ്റ് സൈഡിലോട്ടും പോകും ആണല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു x0 എന്നുള്ള ഒരു റെഫറൻസ് നോക്കാം. x0 ഓക്കെ, x0യുടെ എഫക്ട് നെറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പാസിംഗ് x0യിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ക്രോസ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ നെറ്റ് എണ്ണം. x0യിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പാസ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ മൊത്തം എണ്ണം എത്രയെന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം ലെഫ്റ്റിൽ നിന്ന്. ഇപ്പൊ x0യിൽ എന്ത് സംഭവിക്കും നോക്കാം. x0യിൽ ഇതിന്റെ പകുതി, അതായത് N1 സെഗ്മെന്റിലുള്ളതിന്റെ പകുതി N1 L ബാർ എ ഉണ്ടല്ലോ, N1 L ബാർ എ ആയിരുന്നു മൊത്തം. അതിന്റെ പകുതി x0യിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. x0യിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പകുതി മൂവ് ചെയ്യുന്നുണ്ട്. സിമിലർലി സെഗ്മെന്റ് 2 ആലോചിച്ച് നോക്കിയേ. സെഗ്മെന്റ് 2ന്റെ പകുതിയായ ഹാഫ് N2 L ബാർ എ x0യെ ക്ലോസ് ചെയ്ത്, അതായത് ഒന്നുകൂടെ പറയാം, കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, അപ്പൊ N1 L ബാർ എ ആയിരുന്നു മൊത്തത്തിലുണ്ടായത്. അപ്പൊ x0യിൽ എന്ത് സംഭവിക്കുന്നു? നമുക്ക് x0യിലെ എഫക്റ്റ് ആണ് നോക്കുന്നത്. ഈ ഒരു പോയിന്റ് x0യുടെ എഫക്ട് എന്ന് വെച്ചാൽ എത്ര ഇലക്ട്രോൺ ആണ് എഫക്റ്റീവ്ലി ലെഫ്റ്റ് ടു റൈറ്റ്, നെറ്റ് നമ്പർ ആണ്. എത്ര ഇലക്ട്രോൺ ആണ് എഫക്റ്റീവ്ലി ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് മൊത്തം, അതായത് ഇവിടെ നിന്ന് ഇപ്പൊ എത്ര എണ്ണം വരുന്നു, ഇവിടെ നിന്ന് എത്ര എണ്ണം ഇങ്ങോട്ട് പോകുന്നു, അതായത് 1ൽ നിന്ന് എത്ര എണ്ണം x0 ക്രോസ് ചെയ്ത് 2ലോട്ട് എത്തുന്നു, സിമിലർലി 2ൽ നിന്ന് എത്ര എണ്ണം ക്രോസ് ചെയ്ത്
വണ്ണിലോട്ട് വരുന്നു എന്നുള്ളതിന്റെ നോക്കി അതിന്റെ ഡിഫറൻസ് എടുത്താൽ മൊത്തത്തിൽ എത്രണ്ണം പോകുന്നു പറയാം. ഇപ്പൊ 100 ഇങ്ങോട്ട് പോയി, തിരിച്ച് 50 പോയി. അപ്പൊ നമുക്ക് എഫക്റ്റീവായിട്ട് എത്രണ്ണം പോയെന്ന് വെച്ചാൽ 50 പോയത്. ക്ലിയർ ആവുന്നുണ്ടോ? 100 1 നിന്ന് 2 പോയി, 50 2 നിന്ന് 1 പോയാൽ നമുക്ക് എന്താ പറയാം, 100 - 50, 50 എഫക്റ്റീവ്ലി എവിടെ നിന്ന് പോയത്, 1 നിന്ന് 2 അല്ലെങ്കിൽ x0 ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് ക്രോസ് ചെയ്ത് എത്രയാണ്, ആ ഡിഫറൻസ് ആണ് x0 ക്രോസ് ചെയ്തതെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നിന്ന് ഹാഫ് പകുതി ഇങ്ങോട്ട് പോകുന്നുണ്ട്, അതായത് ഹാഫ് n1 L bar A ഇങ്ങോട്ട് പോകുന്നുണ്ട്, എവിടെ നിന്ന് 1 നിന്ന് 2 അപ്പൊ അതേപോലെ സിമിലർലി ഹാഫ് ഇൻറ്റു n2 L bar A എങ്ങോട്ട് പോകുന്നുണ്ട്, 2 നിന്ന് 1 പോകുന്നുണ്ട്. അപ്പൊ നെറ്റ് എന്ന് വെച്ചാൽ എഫക്റ്റീവ് ആണ്, എന്ന് വെച്ചാൽ വലതോട്ട് പോകുന്നത് മൈനസ് ഇടതോട്ട് പോകുന്നത് കൺസിഡർ ചെയ്താൽ നമുക്ക് മൊത്തത്തിൽ എത്ര എണ്ണം പോകുന്നു എന്ന് കൺസിഡർ ചെയ്യാമല്ലോ ഇവിടെ ക്രോസ് ചെയ്ത്. അപ്പൊ 100 വലതോട്ടും പോയി, 25 കൺസിഡർ ചെയ്യുക. 100 വലതോട്ടും പോയി, 25 ഇടതോട്ടും പോയെങ്കിൽ നമുക്ക് എഫക്റ്റീവ്ലി എത്ര എണ്ണം പറയാം, 75 വലതോട്ട് പോയെന്ന് പറയാം. 100 വലതോട്ട് പോയി, 25 ഇടതോട്ട് പോയെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ നെറ്റ് എത്ര പോയി മൊത്തത്തിൽ. അപ്പൊ നമുക്ക് ആലോചിക്കാം റിസൾട്ടന്റ് ആയിട്ട് എത്ര പോയി, റിസൾട്ടന്റ് ആയിട്ട് 75 പോയുള്ളൂ. ആ രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നെറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പാസിംഗ് x0 ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പൊ x0 പാസ് ചെയ്യുന്നത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് x0 നെറ്റ് എത്ര പാസ് ചെയ്യുന്നു വെച്ചാൽ n1 എന്ന് മൂവ് ചെയ്തതിന്റെ പകുതി, n1 എന്ന് മൂവ് ചെയ്ത് പകുതി ഉണ്ടല്ലോ, ഹാഫ് n1 L1 ബാർ മൈനസ് n2 L ബാർ A. ഇതാണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ നെറ്റ് ഇലക്ട്രോൺ. നെറ്റ് കണ്ടുപിടിക്കുന്നത് ഓർക്കുക, അത് ക്രോസ് ചെയ്യുന്നതല്ല, വലതോട്ട് പോകുന്നത് മൈനസ് ഇടതോട്ട് പോകുന്നത്, അല്ലെ റൈറ്റ് സൈഡിലോട്ട് പോകുന്നത് മൈനസ് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നത് കൂട്ടിയാലേ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് റൈറ്റ് സൈഡിലോട്ട് പോകുന്നത് കിട്ടും. ക്ലിയർ ആയല്ലോ? റൈറ്റ് സൈഡിലോട്ട് 100 പോയി, ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് 100 പോയി, ലെഫ്റ്റ് സൈഡിലോട്ട് 25 വന്നെന്ന് വെച്ചാൽ എന്ത് സംഭവിച്ചു, ഇവിടെ നിന്ന് 100 പോയി, ഇവിടെ നിന്ന് 25 വന്നു എന്ന് വെച്ചാൽ ആക്ച്വലി അങ്ങോട്ട് എത്ര എത്തി, 75 എത്തിയുള്ളൂ. കാരണം എന്താണ്, 100 പോയെങ്കിൽ 25 ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇൻഎഫക്ട് എത്ര അവിടെ എത്തി, അല്ലെ? എത്ര ഇലക്ട്രോൺ ഇൻഎഫക്ട് അവിടെ എത്തി എന്ന് വെച്ചാൽ 75 എത്തിയുള്ളൂ. അതേ പോളിസി തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നിന്ന് ഹാഫ് n1 L bar A പോയി, ഇവിടെ നിന്ന് തിരിച്ച് ഹാഫ് n2 L bar A പോയി. അപ്പൊ നെറ്റ് എത്ര അങ്ങോട്ട് പോയി, നെറ്റ് എത്ര പോയെന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു n1 L bar A മൈനസ് n2 L bar A. മനസ്സിലായെന്ന് തോന്നുന്നു, ആണല്ലോ? ഇനി അടുത്തത് ഫ്ലക്സ് ഡെൻസിറ്റി ആണ് പറയുന്നത്. ഫ്ലക്സ് ഡെൻസിറ്റി, ഓക്കെ, റേറ്റ് ഓഫ് ഇലക്ട്രോൺ ഫ്ലോ പെർ യൂണിറ്റ് ഏരിയ, റേറ്റ് ഓഫ് ഇലക്ട്രോൺ ഫ്ലോ പെർ യൂണിറ്റ് ഏരിയ, ഫ്ലക്സ് ഡെൻസിറ്റി. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതായിരിക്കും, ഇല്ലെങ്കിൽ ഒന്ന് ആലോചിക്കുക. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഫ്ലക്സ് ബൈ ഏരിയ. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ബൈ ഏരിയ. ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെ, ഫ്ലക്സ് ഡെൻസിറ്റി ആണ് phi n is equal to ഫ്ലക്സ് ഡെൻസിറ്റി. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഫ്ലക്സ് ബൈ ഏരിയ. ഇനി ഫ്ലക്സ് എന്താണെന്ന് അറിയണം. ഫ്ലക്സ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ ടൈം ആണ് ഫ്ലക്സ്. ഇലക്ട്രോൺ ഫ്ലക്സ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഇത് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്, അഥവാ ഓർമ്മയില്ലെങ്കിൽ ഇപ്പൊ ഓർത്ത് വെക്കുക. ഫ്ലക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഇലക്ട്രോൺ ഫ്ലക്സ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അല്ലെ? ഇലക്ട്രോൺ ഫ്ലക്സ് എന്ന് വെച്ചാൽ എന്താണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അല്ലെ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എഴുതുന്നില്ല, ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ ടൈം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോണിനാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ആലോചിച്ച് പഠിച്ചിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. നെറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് പെർ ടൈം, അല്ലെ? അപ്പൊ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അതാണ് നെറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ ടൈം. അതിനാണ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഫ്ലക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഇലക്ട്രോൺസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ ടൈമിനെയാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഫ്ലക്സ് ഡെൻസിറ്റി ആകുമ്പോൾ എന്താണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ ടൈം ബൈ ഏരിയ, അല്ലെങ്കിൽ എന്താണ്, ഫ്ലക്സ് ബൈ ഏരിയ ആണ് ഫ്ലക്സ് ഡെൻസിറ്റി. ഫ്ലക്സ് എന്ന് വെച്ചാൽ എന്താണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ ടൈം അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഇലക്ട്രോൺ ഫ്ലോ ആണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ റേറ്റ് ഓഫ് ഇലക്ട്രോൺ ഫ്ലോ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ ടൈം ാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഈ റെഡ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് ആണ്. ഫ്ലക്സ് ബൈ ഏരിയ ആണ് എന്തെന്ന് പറയുന്ന ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് കിട്ടി എന്താണ്, ഹാഫ് ഇൻറ്റു n1 L bar A മൈനസ് n2 L bar A. ഇതാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടിയത്.
ഇനി ബൈ ടൈം. ടൈം എന്ന് വെച്ചാൽ ഇവിടെ ലെങ്ത് എൽ ബാർ എടുത്തതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു ലെങ്ത് മീൻ ഫ്രീ പാത്ത് ആണെങ്കിൽ ടൈമിനെ മീൻ ഫ്രീ ടൈം എന്നാണ് പറയുന്നത്. അതിനെ ടി ബാർ കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ടൈമിനെ മീൻ ഫ്രീ ടൈം. മറ്റേ മീൻ ഫ്രീ പാത്ത് ആയിരുന്നു. ആ പാത്തിന് എടുക്കുന്ന ടൈമിന് എന്താണ് മീൻ ഫ്രീ ടൈം എന്ന് പറയും. അതിനെ ടി ബാർ കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ബാക്കി എ ആണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി നമ്മൾ ഈ എൽ ബാറിനെ പുറത്തെടുക്കുന്നു. ഇവിടത്തെ എയും ഇവിടത്തെ എയും എടുത്തു. അവസാനം ഈ എയും കൊണ്ട് ക്യാൻസൽ ചെയ്തു. സോ റിമൈനിങ് എന്ത് കിട്ടും? എൽ ബാർ ബൈ 2t ബാർ ഇൻറ്റു n1 മൈനസ് n2. എൽ ബാർ ബൈ 2t ബാർ ഇൻറ്റു n1 മൈനസ് n2. ഓക്കെ, ഇനി എൽ ബാർ ഡിഫറൻഷ്യൽ ലെങ്ത് ആണ്, അതൊക്കെ നമുക്ക് അറിയാം. ഇനി n1 മൈനസ് n2 എന്താണെന്നുള്ളത് നോക്കാം. n1 മൈനസ് n2. n1 എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ. n1 എന്ന് വെച്ചാൽ എന്താണ്? കോൺസെൻട്രേഷൻ അല്ലെ? n1 എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് ദിസ് സെഗ്മെന്റ്. n2 എന്ന് വെച്ചാൽ n1 എന്ന് വെച്ചാൽ അതെ കോൺസെൻട്രേഷൻ ഓഫ് ദിസ് സെഗ്മെന്റ് 1. n2 എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് ദിസ് സെഗ്മെന്റ് 2. നമുക്കറിയാം n ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്റ്റൻസ്. n എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് ആണ്. കാരണം നമുക്കറിയാം കോൺസെൻട്രേഷൻ എന്താണ്? ഈ ഗ്രാഫിക് നമ്മൾ ഇത് തന്നെ അറിയാം അല്ലെ? n ഓഫ് x ആണ്. കാര്യം കോൺസെൻട്രേഷൻ ഡിസ്റ്റൻസിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതാ നോക്കിയേ, ഈ ഡിസ്റ്റൻസ് അറ്റ് t = 0 മാക്സിമം കോൺസെൻട്രേഷൻ അറ്റ് സം ഡിസ്റ്റൻസ് അല്ലെ? ഒരു പർട്ടിക്കുലർ എക്സ്, ഒരു ഡെൽറ്റ എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് ആയപ്പോൾ കോൺസെൻട്രേഷൻ മാറി. അടുത്ത ഡെൽറ്റ എക്സ് ആകുമ്പോൾ വീണ്ടും മാറി. അടുത്ത ഡെൽറ്റ എക്സ് ആകുമ്പോൾ വീണ്ടും മാറി. ഡെൽറ്റ എക്സ് എന്ന് വെച്ചാൽ എക്സിന്റെ വേരിയേഷനെ റെപ്രസെന്റ് ചെയ്തത് ആണല്ലോ. അപ്പോൾ n1 മൈനസ് n2 നമുക്ക് വേറെ ഒരു രീതിയിൽ എങ്ങനെ എഴുതാം? n1 കോൺസെൻട്രേഷൻ ഓഫ് n ഓഫ് എക്സ് ഉണ്ടായിരുന്നു എങ്കിൽ n2 എന്താണ്? ആ n ഓഫ് എക്സിന്റെ കൂടെ ചെറിയ മാറ്റം. എന്ത് മാറ്റമാണ് ആ മാറ്റം എന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ആണ്. ശ്രദ്ധിക്കുക, കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ആണ് അല്ലെ? കാരണം നമുക്ക് ഈ വീണ ആ സ്ഥലത്ത് കോൺസെൻട്രേഷൻ മാക്സിമവും കുറച്ചുകൂടെ ദൂരോട്ട് പോകുന്നതോറും കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നുണ്ട് ആണല്ലോ. നമ്മളൊരു ചൂട് സാധനം വെച്ചാൽ അതിന്റെ തൊട്ടടുത്ത് ഭയങ്കര ചൂടും ദൂരോട്ട് പോകുന്നതോറും ചൂട് കുറയുന്നത് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് ഹീറ്റ് അല്ലെ? ടെമ്പറേച്ചർ ഈസ് ലെസ് ആണ് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച്. ആ ഒരു രീതി തന്നെ n1 നമുക്ക് n1 n ഓഫ് എക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ n2 എന്ന് പറഞ്ഞാൽ എന്താണ്? n ഓഫ് എക്സിന്റെ കൂടെ സം ഡിസ്റ്റൻസ് അല്ലെ? n2 എന്ന് വെച്ചാൽ n ഓഫ് എക്സിന്റെ കൂടെ സം ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ആണ്. അത് ഡിഫറൻഷ്യൽ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ് ആണ് ആണല്ലോ. ക്ലിയർ ആയാ? ഇതാ നോക്കിയേ, ഇത് ഇവിടത്തെ കോൺസെൻട്രേഷൻ n1 ഓഫ് എക്സ് ആയിട്ട് എടുത്താൽ ഇവിടത്തെ കോൺസെൻട്രേഷൻ എന്താണ്? n1 ഓഫ് എക്സ് പ്ലസ് ഈ ഡിസ്റ്റൻസ് n1 ഓഫ് എക്സ്. ഇപ്പൊ n ഓഫ് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ മിഡിലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ മിഡിൽ അല്ലെ? ഇവിടെ മിഡിലാണ് കോൺസെൻട്രേഷൻ എടുത്തിരിക്കുന്നത്. ഈ മിഡിലിന്റെ കോൺസെൻട്രേഷൻ n1 ആണെങ്കിൽ ഇവിടത്തെ കോൺസെൻട്രേഷൻ നമുക്ക് എന്തെന്ന് പറയാം? n1 പ്ലസ് അല്ലെ? n1 എക്സ് ആയിരുന്നു. ഇവിടെ n1 എക്സ് ആയിരുന്നെങ്കിൽ ഇവിടത്തെ കോൺസെൻട്രേഷൻ n1 എക്സ് ആയിരുന്നു എങ്കിൽ ഇവിടത്തെ കോൺസെൻട്രേഷൻ എന്താണ്? n1 ഡിസ്റ്റൻസ് എന്തായി മാറും? ഇവിടെ എക്സ് ആയിരുന്നെങ്കിൽ ഇവിടെ എന്താണ്? ഈ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ് ആണെന്ന് നോക്കിയാൽ ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഡെൽറ്റ എക്സ് ആണ് നമ്മൾ പറഞ്ഞു. ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ് ആണെന്ന് നോക്കിയാൽ ഇപ്പൊ ഇവിടത്തെ n1 ഓഫ് എക്സ് ആണെങ്കിൽ ഇവിടത്തെ എന്താണ്? ആ രീതിയിൽ തന്നെ കൺസിഡർ ചെയ്താൽ എന്തായി? n1 ആയിരുന്നു. അവിടെ n1 ഇൻറ്റു എക്സിന്റെ വാല്യൂ എക്സ് തന്നെ. ഓക്കെ, അടുത്തതിന്റെ വാല്യൂ എന്താണ്? n1. ഓക്കെ, കോൺസെൻട്രേഷൻ n1 ആണ്. അവിടുത്തെ ഡിസ്റ്റൻസ് എന്തായി മാറി? നമ്മൾ ഈ n1 റെഫറൻസ് ആയിട്ട് എടുത്താൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്തായി? എക്സിന്റെ സ്ഥാനത്ത് ഇപ്പൊ എന്തായി? എക്സ് പ്ലസ് ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ്. അപ്പൊ ഇവിടെ n1 ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ് ഇവിടുത്തെ കോൺസെൻട്രേഷൻ ആണല്ലോ. അപ്പൊ ഇവിടെ n1 ആയിട്ട് എടുത്താൽ ഇവിടുത്തെ n ഓഫ് എക്സ് ആണെങ്കിൽ ഇവിടുത്തെ n2ന്റെ വാല്യൂ എന്താണ്? എക്സിന്റെ സ്ഥാനത്ത് എന്തായി മാറി? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ് n2 എന്ന് പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് ആസ് n ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. അപ്പൊ n1 n ഓഫ് എക്സും n2 n ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയിട്ട് എഴുതി. ഇനി മൾട്ടിപ്ലൈങ് ആൻഡ് ഡിവൈഡിങ് ബൈ ഡെൽറ്റ എക്സ് എന്തിന് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഡിഫറൻഷ്യൽ ഫോമിലോട്ട് ആക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ, മൾട്ടിപ്ലൈങ് ആൻഡ് ഡിവൈഡിങ് ബൈ ഡെൽറ്റ എക്സ് എന്ത് സംഭവിക്കും? n1 മൈനസ് n2 എന്ത് കിട്ടും? n ഓഫ് എക്സ് മൈനസ് n ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്തു. നമുക്ക് ചുമ്മാ ഡിവിഷൻ മാത്രം പറ്റത്തില്ല, കാരണം വാല്യൂ ചേഞ്ച് ആവും. അതുകൊണ്ട് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. വേറെ ഒന്നും ചെയ്തില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ അടുത്ത നോക്കിയേ, ഇനി ഞാൻ ഇത് മൈനസ്, ഇത് നമുക്ക് സാധാരണ ഡിഫറൻഷ്യൽ എഴുതുന്ന ഇക്വേഷൻ ആലോചിക്കുക.
ഡിഫറൻഷ്യൽ എഴുതുന്നത് എഫ് ഓഫ് അല്ലെ, നമ്മളൊരു ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതുന്നത്? എഫ് ഓഫ് ഒരു ഡിഫറൻഷ്യൽ ഫംഗ്ഷന്റെ ജനറൽ ഇക്വേഷൻ എങ്ങനെയാ? നമ്മളൊരു ഫംഗ്ഷന്റെ കേസ് എടുക്കണമെങ്കിൽ എഫ് ഓഫ് ഡിഫറൻഷ്യലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന വെച്ചാൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്, നമ്മൾ ഡിഫറൻഷ്യലിന്റെ ജനറൽ ഇക്വേഷൻ ആണ്, ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇതിനാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വേർ ഡെൽറ്റ എക്സ് ഈസ് വെരി സ്മോൾ അല്ലെ. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡ്സ് ടു 0, എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് സോറി ഇവിടെ എഫ് അല്ലേ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ ആ ഒരു ഡിഫറൻഷ്യൽ ഫോമിലോട്ട് എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമുക്കറിയാം എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇവിടെയാണ് കിടക്കുന്നത്. ആ ഒരു ഫോം ആക്കാൻ വേണ്ടി ഒരു മൈനസ് പുറത്തെടുത്തു. ഒരു മൈനസ് പുറത്തെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? എൻ ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എൻ ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് ഡെൽറ്റ എക്സ് എന്ന് കിട്ടി. ഈ ടേം എന്താണ്? എൻ ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എൻ ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ്. ഇത് ഈ രീതിയിൽ തന്നെ ആലോചിച്ചാൽ മതി. കാര്യം ഇവിടെ ഡെൽറ്റ എക്സ് ഈസ് വെരി സ്മോൾ ആണ് അല്ലെ. ഡെൽറ്റ എക്സിന്റെ വാല്യൂ വളരെ ചെറുതായതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? ഡി എൻ ഓഫ് എക്സ് ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ മിഡിലിൽ നിന്നാണ് അനലൈസ് ചെയ്തത്. ഇവിടെ മിഡിലില് എക്സ് ആയിരുന്നെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ് ആയിട്ടാണ് ഞാൻ അസ്യൂം ചെയ്തല്ല ഒരു ചേഞ്ചിന് ഞാൻ ഡെൽറ്റ എക്സ് കൊണ്ട് കൊടുത്തു. ഇനി ഈ ഡെൽറ്റ എക്സ് ഇവിടെ എന്താണെന്ന് ആലോചിക്കുക. ഇവിടത്തെ ഈ ഡെൽറ്റ എക്സ് എന്താണെന്ന് ആലോചിക്കുക. നമുക്കറിയാം ഓരോ സെഗ്മെന്റും ഡിവൈഡ് ചെയ്തിരിക്കുന്ന എൽ വെച്ചിട്ടാണ്. ഒരു സെഗ്മെന്റിന്റെ ലെങ്ത് എൽ ബാർ, അടുത്ത സെഗ്മെന്റിന്റെ ലെങ്ത് എൽ ബാർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, എന്താണ് മീൻ ഫ്രീ പാത്ത് വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ സെഗ്മെന്റിന്റെ ഡിസ്റ്റൻസ് ഇവിടെ അവരത് എഴുതിയിട്ടുണ്ട്. ഇത് x0 മൈനസ് എൽ ബാർ ആണെങ്കിൽ ഇവിടെ x0 മൈനസ് എൽ ബാർ പ്ലസ് എൽ ബാർ ആകുമ്പോൾ x0 ആയി, ഇവിടെ x0 പ്ലസ് എൽ ബാർ. അപ്പോ ഇത് ഒരു സെഗ്മെന്റിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എൽ ബാർ ആണല്ലോ. ഇവിടെ ഞാൻ മിഡില് തൊട്ട് മിഡില് വരെ ഡെൽറ്റ എക്സ് ആയിട്ട് എടുത്തു. ഒരു സെഗ്മെന്റിന്റെ ലെങ്ത്, അതായത് ഇതിന്റെ തുടക്കം തൊട്ട് x1ന്റെ തുടക്കം തൊട്ട് x2ന്റെ തുടക്കം വരെയുള്ള ഡിസ്റ്റൻസ് എന്താണ്? എൽ ബാർ ആണ്. വേറൊരു രീതി പറയാലോ, x1ന്റെ മിഡിൽ തൊട്ട് അല്ലെ 1ന്റെ മിഡിൽ തൊട്ട് 2ന്റെ മിഡിൽ വരെയുള്ള ഡിസ്റ്റൻസും എൽ ബാർ തന്നെയാണ്. കാര്യം ഇത് ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടെ അത് പറയാം, നമുക്ക് ആലോചിച്ച ക്ലിയർ ആവും. ഇവിടെ ഇപ്പോ ഇതിന്റെ തുടക്കം, അതായത് 1ന്റെ തുടക്കം, ഫസ്റ്റ് സെഗ്മെന്റിന്റെ തുടക്കം, സെക്കൻഡ് സെഗ്മെന്റിന്റെ തുടക്കം നമ്മുടെ ഡിസ്റ്റൻസ് നമുക്കറിയാം. കാര്യം ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എൽ ബാർ വെച്ചിട്ടാണ് അല്ലെ. ഇവിടെ ഒരു എൽ ബാർ ഉണ്ട്. ഇനി 2ന്റെ തുടക്കം തൊട്ട് 2ന്റെ അവസാനം എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ 2ന്റെ തുടക്കം തൊട്ട് 3ന്റെ തുടക്കം എന്ന് പറഞ്ഞാലും മതി. രണ്ടും ഒരു പോയിന്റ് ആണ്. അത് ഡിസ്റ്റൻസ് എൽ ബാർ ആണല്ലോ. അതേപോലെ മിഡിൽ പറഞ്ഞാലും പറ്റത്തില്ലേ, കാര്യം ഒരേ ഡിസ്റ്റൻസ് ആണ്. 1ന്റെ ഡിസ്റ്റൻസ് എൽ ബാർ, 2ന്റെ ഡിസ്റ്റൻസ് മൊത്തത്തിൽ എൽ ബാർ. അപ്പൊ 1ന്റെ മിഡിൽ തൊട്ട് 2ന്റെ മിഡിൽ വരെയുള്ള ഡിസ്റ്റൻസ് എന്താണ്? എൽ ബാർ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഡെൽറ്റ എക്സ് ആണെന്ന് പറഞ്ഞാണല്ലോ എടുത്തത്. നേരത്തെ ഡെൽറ്റ എക്സ് വെച്ചല്ലേ ഇവിടെ എടുത്തത്, നേരത്തെ ഡെൽറ്റ എക്സ് ആയിട്ടല്ലേ എടുത്തത്. ഈ ഡെൽറ്റ എക്സിന്റെ വാല്യൂ യഥാർത്ഥം എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു എൽ ബാർ തന്നെയാണ് അല്ലെ. കാരണം എന്താണ്? മൊത്തത്തിൽ ഒരു സെഗ്മെന്റിന്റെ ഡിസ്റ്റൻസ് എൽ ബാർ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു സെഗ്മെന്റിന്റെ തുടക്കം തൊട്ട് അടുത്ത സെഗ്മെന്റിന്റെ തുടക്കം വരെ എൽ ബാർ. ആ രീതിയിൽ തന്നെ പറഞ്ഞാൽ ഒരു സെഗ്മെന്റിന്റെ മിഡിൽ തൊട്ട് അടുത്ത സെഗ്മെന്റിന്റെ മിഡിൽ വരെയും എൽ ബാർ തന്നെ. അപ്പൊ നേരത്തെ നമ്മൾ എക്സ് ഇവിടെ എടുത്തെങ്കിൽ അടുത്ത സെഗ്മെന്റിന്റെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയിട്ടാണ് എടുത്തത്. അപ്പൊ ഇവിടുത്തെ ഡെൽറ്റ എക്സ് ഈസ് സെയിം ആസ് എൽ ബാർ. അപ്പൊ ഡെൽറ്റ എക്സ് ഈസ് സെയിം ആസ് എൽ ബാർ. അപ്പൊ എന്ത് കിട്ടി? n1 മൈനസ് n2ന്റെ വാല്യൂ എന്ത് കിട്ടി? മൈനസ് ഡി എൻ ഓഫ് എക്സ് ബൈ ഡി ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സിന്റെ സ്ഥാനത്ത് ഞാൻ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു? എൽ ബാർ കൊണ്ട് റീപ്ലേസ് ചെയ്തു ആണല്ലോ. അപ്പൊ ഫൈ എൻ ഓഫ് എക്സ് എന്തായി മാറും? ഇവിടെ ഫൈ എൻ ഓഫ് എക്സിന് എൽ ബാർ ബൈ 2t ബാർ ഇൻറ്റു n1 മൈനസ് n2ന്റെ ആ n1 മൈനസ് n2ന്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എൽ ബാർ ബൈ 2t ബാർ ഇൻറ്റു n1 മൈനസ് n2 പകരം മൈനസ് ഡി എൻ എക്സ് ബൈ ഡി എക്സ് ഇൻറ്റു എൽ ബാർ കിട്ടി. രണ്ട് എൽ ബാർ ഉണ്ട്. എൽ ബാർ ഈ എൽ ബാർ സ്ക്വയർ ആ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ മൈനസ് എൽ ബാർ സ്ക്വയർ ബൈ 2t ബാർ ഇൻറ്റു ഡി എൻ ഓഫ് എക്സ് ബൈ ഡി എക്സ് എന്ന് കിട്ടും. അത് തന്നെയാണ് ആ മൈനസ് പുറത്തെടുക്കുമ്പോൾ മൈനസ് എൽ ബാർ ബൈ 2t ബാർ ഇൻറ്റു ഡി എൻ ഓഫ് എക്സ് ബൈ ഡി എക്സ്. ഇനി ഈ മൈനസ് എൽ സ്ക്വയർ ബൈ 2t സ്ക്വയറിനെ ഡി എൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. വേറെ ഡി എൻ ഇസ് ഈക്വൽ ടു എൽ ബാർ സ്ക്വയർ ബൈ 2t ബാർ. പക്ഷെ ആ ഡി എന്നിന് ഒരു പേരുണ്ട്. ഡി എൻ ഇസ് ദി ഇലക്ട്രോൺ ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ്.
dn is the electron diffusion constant ആണ്. യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എങ്ങനെ കിട്ടുമെന്നുള്ളതൊന്നും ഒരു സംശയവും വരേണ്ട കാര്യമില്ല. എല്ല് ലെങ്തിന്റെ സ്ക്വയർ സെന്റിമീറ്റർ സ്ക്വയർ ടൈം എന്ന് വെച്ചാൽ സെക്കൻഡ്. സോ സെന്റിമീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ് തന്നെയാണ് ഡി എന്നിന്റെ എന്തെന്ന് പറയുന്നത്, ഡി എന്നിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഫൈ എൻ ഓഫ് എക്സിന് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഫൈ ഇസിക്കൽ ടു മൈനസ് ഡി പി ഓഫ് എക്സ് ബൈ ഡി എക്സ്. ഓക്കെ, ഇതൊരു ഇനി കുറച്ചുകൂടെ ഉണ്ട്, നമ്മളെ ടൈം ആയിട്ടുണ്ട് അല്ലേ, നെക്സ്റ്റ് അവറായി. അപ്പൊ നമ്മൾ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഇത് നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ഇടുകയോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുകയോ ചെയ്യുക.